ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ്. ഇതിൻ്റെ അണ്ടറിൽ ഒരു 3 ചെറിയ ടോപ്പിക്കാണ് വരുന്നത്: ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്. സോ ആ ടോപ്പിക്കിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് ക്വാളിറ്റി എന്നുള്ളത്. വാട്ട് ഈസ് എ ക്വാളിറ്റി? ക്വാളിറ്റിക്ക് ഒരുപാട് ഡെഫിനിഷൻസ് വരുന്നുണ്ട്. ബട്ട് ഫ്രം എ ഫാർമസ്യൂട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പറയാം, ക്വാളിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രൊഡക്റ്റ് വിത്ത് സീറോ ഡിഫെക്റ്റ് ഓർ പ്രൊഡക്റ്റ് ദാറ്റ് മീറ്റ്സ് ദി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്, ലെറ്റ്സ് സേ നമ്മളൊരു ഡ്രഗ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഡ്രഗ് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതേ ഔട്ട്കം നമുക്ക് ഈ ഡ്രഗിൽ നിന്ന്, അല്ലെങ്കിൽ അതേ റിസൾട്ട് നമുക്ക് ഈ ഡ്രഗിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഡ്രഗ് ഒരു ക്വാളിറ്റി ഉള്ള ഡ്രഗാണ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് ഡെഫിനിഷൻ. സോ സീറോ ഡിഫെക്റ്റ്, ആ പ്രൊഡക്റ്റിൽ ഒരു ഡിഫക്റ്റും ഇല്ല. അതല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണ് ആ ഡ്രഗിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദി ഡിഗ്രി ഓഫ് എക്സലൻസ്, അതായത് അത്രയ്ക്കും പെർഫെക്റ്റ് ആണ് ആ പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And ISO, that is International Standard of Organization, defines quality as the totality of features and characteristics of product or service that bear on its ability to satisfy stated or implied needs. നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ കുറച്ചും കൂടി ഫോർമലായിട്ട് വന്നതാണ് ISOയിൽ പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചറും ക്യാരക്ടറിസ്റ്റിക്സും അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്തത്, അതായത് നമ്മളൊരു നീഡിന് വേണ്ടിയിട്ടാണല്ലോ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്, ആ നീഡ് അതിന് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ ദ പ്രൊഡക്റ്റ് സെഡ് ടു ഹാവ് ക്വാളിറ്റി. അതാണ് ആ ഡെഫിനിഷനിൽ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ. ഇനി QC എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. ഇതിനി ക്വാളിറ്റി അഷുറൻസിൽ ഈ സബ്ജക്റ്റിൽ ഒരുപാട് കാണാൻ പോകുന്നൊരു വേർഡാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ക്വാളിറ്റി കൺട്രോൾ? ഇറ്റ് ഈസ് എ പ്രോസസ് ടു എൻഷുർ ദി ഐഡൻറ്റിറ്റി ആൻഡ് പ്യൂരിറ്റി ഓഫ് എ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ്. ഇത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് ക്വാളിറ്റി കൺട്രോൾ. അപ്പം എന്താണ് എൻഷുർ ചെയ്യുന്നത്? ഐഡൻറ്റിറ്റി ആൻഡ് പ്യൂരിറ്റി. ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിന് അതിൻ്റെതായ ഐഡൻറ്റിറ്റിയും പ്യൂരിറ്റിയും ഉണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് QC അഥവാ ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ അത് ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ QC ചെയ്യുക? യൂഷ്വലി ദ ടെസ്റ്റിംഗ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിലാണ് നമ്മളത് ചെയ്യുന്നത്. ടെസ്റ്റിങ്ങിൽ എന്തൊക്കെ വരും? കെമിക്കൽ ടെസ്റ്റിംഗ്, ഫിസിക്കൽ ടെസ്റ്റിംഗ് ആൻഡ് യൂഷ്വലി മൈക്രോബയോളജിക്കൽ ഇവാലുവേഷൻ ഉണ്ടാകും. ഈ പറയുന്ന പ്രോസസ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് QC. സോ അക്കോർഡിംഗ് ടു ISO 9000, it is a part of quality management system focused on fulfilling the quality requirement. ഒരു പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടാവണമല്ലോ, ഒരു പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടാവണം. ആ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യമേ QC പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് QC. ഈ ക്വാളിറ്റി കൺട്രോളും ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വാളിറ്റി അഷുറൻസും ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അപ്പം നമുക്കത് ഡെഫിനിഷൻ എഴുതാൻ സിമ്പിളായിരിക്കും. ഇനി മറ്റൊരു തലത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് GMP വിച്ച് ഇസ് കൺസേൺഡ് വിത്ത് സാമ്പിളിംഗ്, സ്പെസിഫിക്കേഷൻ ആൻഡ് ടെസ്റ്റിംഗ്, documentation and release procedure which ensure that the necessary tests are performed on the product and product is used only after ascertaining its quality. അതായത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസിൻ്റെ ഒരു പാർട്ടും കൂടിയാണ് നമ്മളുടെ ക്വാളിറ്റി കൺട്രോൾ. ഗുഡ് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്തിനൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നു? സ്റ്റാർട്ടിങ് തൊട്ട്, അതായത് സാമ്പിളിംഗ്, പിന്നെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ ടെസ്റ്റിംഗ്, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, പിന്നെ റിലീസ് പ്രൊസീജിയർ, ഇതൊക്കെയാണ് GMPയിൽ വരുന്നത്. ഈ എല്ലാത്തിൻ്റെയും ഒരു പാർട്ടാണ് ക്വാളിറ്റി കൺട്രോൾ. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് എന്നത് എൻഷുർ ചെയ്യുന്ന ഒരു പാർട്ടാണ് ക്വാളിറ്റി കൺട്രോൾ. ഇനി വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ടു എസ്റ്റാബ്ലിഷ് ദ ഡിസൈർഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ദാറ്റ് ആർ അക്സെപ്റ്റബിൾ ടു കസ്റ്റമേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അതായത് കസ്റ്റമേഴ്സിനെയും
മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ ഡിസൈഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സെറ്റപ്പ് ചെയ്യുന്നത് ആരാണ്? ക്വാളിറ്റി കൺട്രോളർ. അതുപോലെ തന്നെ ടു ഡിസ്കവർ ഓർ ഫൈൻഡ് ഫ്ലോസ് ആൻഡ് വേരിയേഷൻസ് ഇൻ റോ മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. മാനുഫാക്ചറിങ് പ്രോസസ്സ് അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന റോ മെറ്റീരിയൽ ഇതിലൊക്കെ എന്തെങ്കിലും വേരിയേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്കത് QC വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ടു ഇംപ്രൂവ് ദി ഓവറോൾ ക്വാളിറ്റി, അതുപോലെ തന്നെ ടു ഇൻക്രീസ് ദി എംപ്ലോയി മോട്ടിവേഷൻ ആൻഡ് ടീം വർക്ക് വിത്തിൻ ദി ഗ്രൂപ്പ്. ഇനി വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ക്വാളിറ്റി കൺട്രോൾ? ക്വാളിറ്റി കൺട്രോളിന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അത് സമ്മപ്പ് ചെയ്തതാണിത്. ഒന്നാമത്തത് ഡേ ടു ഡേ ക്വാളിറ്റി കൺട്രോൾ. അതായത് ഡേ ടു ഡേ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെയിലി ആ പ്രൊഡക്റ്റിന് ഒരുപാട് പ്രോസസ്സിലൂടെ ആ പ്രൊഡക്റ്റ് കടന്നു പോകുന്നുണ്ട്. ആ ഓരോ പ്രോസസ്സിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? QCൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് QC ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിംഗ് ദി ഓൺഗോയിങ് ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ് വിത്തിൻ ദി കമ്പനി. ഇനി രണ്ടാമതാണ് അനാലിറ്റിക്കൽ ടെസ്റ്റിംഗ്. അനാലിറ്റിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അനാലിറ്റിക്കൽ ടെസ്റ്റിംഗ് എന്തൊക്കെ ടെസ്റ്റിംഗ് ആണ് നമ്മൾ പറയുന്നത്? ഈ റോ മെറ്റീരിയൽസിൻ്റെ ടെസ്റ്റിംഗ് അങ്ങനെ വരുന്നതാണ്. അപ്പം ഈ റോ മെറ്റീരിയൽസിൻ്റെ അനാലിറ്റിക്കൽ ടെസ്റ്റിംഗ് അതുപോലെ തന്നെ അത് നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ റോ മെറ്റീരിയൽസ് ഒരു പാക്കേജ്ഡ് ആയിട്ടാണല്ലോ വരുന്നത്. ആ പാക്കേജിനെ വരെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യും. എന്തിനാണ്? ടു എൻഷുർ ദാറ്റ് ദേ മീറ്റ് ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. ഇതൊക്കെ QCൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. പിന്നെ അതാണ് വെണ്ടർ സെലക്ഷൻ. വെണ്ടർ സെലക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി മാത്രമല്ല ചെക്ക് ചെയ്യുന്നത്, നമ്മൾ റോ മെറ്റീരിയൽസ് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത് എന്നും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ക്വാളിഫൈഡ് വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ നമ്മൾ റോ മെറ്റീരിയൽസ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സും നമ്മൾ ഡോക്യുമെൻ്റലി എവിഡൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് നമ്മൾ ഈ ഡ്രഗ് റിലീസ് ചെയ്യണമെങ്കിൽ. അപ്പം ക്വാളിഫൈഡ് വെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ നമ്മൾ റോ മെറ്റീരിയൽസ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ QCൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഇൻസ്പെക്ഷൻ. നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സെലക്ട് ചെയ്തു. ആ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഒരുപാട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പ്രൊഡക്ഷൻ ഓഫ് ഡോസേജ് ഫോം ഉണ്ടാകും, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ടെസ്റ്റിങ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റിങ് അവിടെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ പ്രോസസ്സും ഓരോ ടെമ്പറേച്ചറിൽ, പ്രഷറിൽ, ഹ്യൂമിഡിറ്റി കൺട്രോളിൽ ഇതിലൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ ഇൻസ്പെക്ട് ചെയ്യുന്നത് ആരാണ്? QC ആണ്. പിന്നെയാണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ്. അതായത് പ്രൊഡക്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് ഇതിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നതും കൂടെ ആരാണ്? QC ആണ്. ഓക്കെ, റിലീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒന്നും കൂടെ ഇത് വെരിഫൈ ചെയ്യും. അതാണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ക്വാളിറ്റി കൺട്രോൾ. ഇനി അടുത്തത് ക്വാളിറ്റി അഷ്വറൻസ്. സോ ക്വാളിറ്റി അഷ്വറൻസ് വെച്ചാൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് വെച്ചാൽ ക്വാളിറ്റി ഉണ്ട് എന്ന് നമ്മൾ എൻഷുർ ചെയ്യുന്നതായിരുന്നു. ക്വാളിറ്റി അഷ്വറൻസ് പറയുമ്പോൾ നമ്മളത് അഷ്വർ ചെയ്യണം, അതായത് ഒന്നുകൂടെ പ്രോമിസ് ചെയ്യാണ് നമ്മൾ പറയുന്ന ഈ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. അതാണ് ആ രണ്ട് വേർഡാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ്. മറ്റേത് എൻഷുർ ചെയ്യും, ഇത് അഷ്വർ ചെയ്യും. അപ്പം ഈ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ ഒരു പ്രീ ഡിസൈൻഡ് സാമ്പിൾ പ്രിപ്പയർ ചെയ്യും. പ്രീ ഡിസൈൻ സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു പ്രൊഡക്റ്റ് ഇതാണ്, നമ്മളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുകയാണ്. അതിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും, നമ്മൾ എന്താണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ പ്രീ ഡിസൈൻ സാമ്പിളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതായത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാണ്. അതായത് വി കമ്പയർ ദി ക്വാളിറ്റി ഓഫ് ദി ഫിനിഷ് പ്രൊഡക്റ്റ് വിത്ത് ഇറ്റ്സ് പ്രീ ഡിസൈൻ സാമ്പിൾ. അപ്പോൾ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് റിഗാർഡിംഗ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ക്വാളിറ്റി. ഇനി അക്കോർഡിംഗ് ടു ISO 9000 QA എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം വിച്ച് ഇസ് ഫോക്കസ്ഡ് ഓൺ പ്രൊവൈഡിങ് കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി വിൽ ബി ഫുൾഫിൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ, അതായത് ടു അഷ്വർ ദാറ്റ് ക്വാളിറ്റി വിൽ ബി ദെയർ ഫോർ എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. അതാണ് ക്വാളിറ്റി അഷ്വറൻസ്. ഇനി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് QA?
സോ ഒന്നാമത്തത് എൻഹാൻസിങ് ദി എഫിഷ്യൻസി ഓഫ് ദി പ്രൊഡക്റ്റ്. പിന്നെന്താ അഷ്വറിങ് ദി ക്വാളിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. പ്രൊഡക്റ്റിന് എഫിഷ്യൻ്റ് ആണെന്നും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ക്വാളിറ്റി ഉള്ളതാണെന്നും അഷ്വർ ചെയ്യുക. പിന്നെ ഫിനിഷ് പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെന്ന് അഷ്വർ ചെയ്യുക. അതുപോലെ തന്നെ പ്ലാന്റ് എൻവയോൺമെൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിമൈസസ് ഒക്കെ കറക്റ്റ് അപ്രോപ്രിയേറ്റ് കണ്ടീഷനിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് മാനേജ് ചെയ്യുക. ഇതൊക്കെ ഒബ്ജക്റ്റീവ്സ് ഓഫ് QA ആണ്. ഇനി വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് QA? ഒന്നാമത്തത് എൻഷുറിങ് പ്രോപ്പർ വെയർഹൗസിങ് പ്രാക്ടീസസ്. വെയർഹൗസിങ് പ്രാക്ടീസസ് എന്ന് വെച്ചാൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ, അതായത് ഒരു വെയർഹൗസിങ് യൂണിറ്റിൽ ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓരോ പ്രോസസ്സിലും ഇതൊക്കെയാണ് സ്റ്റെപ്സ്, പ്രോപ്പർ റൂൾസ് അല്ലെങ്കിൽ പ്രോപ്പർ പ്രാക്ടീസ് അവിടെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് എൻഷുർ ചെയ്യുന്നത് ആരാണ്? QA ആണ്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, അതുപോലെ തന്നെ പ്രോസസ് ചെക്സ്, പ്രോസസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, ഇതൊക്കെ കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നതും QA ആണ്. ബാച്ച് റെക്കോർഡ് റിവ്യൂ കണ്ടക്ട് ചെയ്യുക, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഓരോ ബാച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ബാച്ചിൽ നിന്ന് ഇത്രയും നമ്പേഴ്സ് ഓഫ് പ്രൊഡക്ട്സ് എടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, അതിൻ്റെ മറ്റെല്ലാ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുക, അതൊക്കെയാണ് ബാച്ച് റെക്കോർഡ് റിവ്യൂ എന്ന് പറയുന്നത്. അതൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് QA ആണ്. പിന്നെ ഒരു എൻറ്റയർ പ്രോസസ്സിൻ്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? QAൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ്, ഷെൽഫ് ലൈഫ് ഇവാലുവേഷൻ, ഇതൊക്കെ QAൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എൻഷുറിങ് ഡീവിയേഷൻസ് ആർ റിപ്പോർട്ടഡ്, ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് റെക്കോർഡഡ്. അതായത് ബാച്ച് റെക്കോർഡ് റിവ്യൂസിൽ എന്തായാലും നമുക്ക് ഒബ്വിയസ് ആയിട്ട് പറയാൻ പറ്റും, ഏതെങ്കിലും 1-2 വാല്യൂസിൽ എന്തെങ്കിലും ഡീവിയേഷൻ വരാണ്ടിരിക്കില്ല. ആ ഡീവിയേഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ റെക്കോർഡും ചെയ്യണം. ഇതൊക്കെ QAൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ മേക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദി മാനുഫാക്ചർ, സപ്ലൈ, കറക്റ്റ് യൂസ് ഓഫ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആൻഡ് പാക്കേജിംഗ് മെറ്റീരിയൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ക്വാളിറ്റി അഷ്വറൻസിൻ്റെ അണ്ടറിൽ നോക്കാനുള്ളത്. ഇനി അടുത്തതാണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്, GMP അല്ലേ. സോ GMP എന്ന് വെച്ചാൽ എന്താണ്? ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്യാം അതിൻ്റെ ഡെഫിനിഷൻ. അതായത് it is a set of principles and procedures that ensures that the pharmaceutical products are consistently produced and controlled according to the quality standards appropriate for their intended use. അതായത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് പറഞ്ഞൊരു സെറ്റ് ഓഫ് റൂൾസ് ആണ്, അതായത് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രൊസീജിയർ അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് റൂൾസ് ഒക്കെ ഉണ്ടാക്കിയത്? ടു എൻഷുർ ദാറ്റ് ദ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ആർ കൺസിസ്റ്റൻ്റ്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺട്രോൾഡ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് യൂസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അത് മീറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ഉണ്ടാക്കുന്നത്? ഒന്ന്, നമ്മൾ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ടു മിനിമൈസ് ദ റിസ്ക്. അതായത് നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ നോക്കിയപ്പം, അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അതിന് ചെറിയൊരു റിസ്ക് ഉണ്ട്, ഒരു കണ്ടാമിനേഷൻ റിസ്ക് നമ്മൾ കണ്ടു. അതായത് ആ ഫൈനൽ പ്രൊഡക്റ്റിൽ കണ്ടാമിനേറ്റഡ് ആണ് അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി നമുക്ക് ആ കണ്ടാമിനേഷൻ വന്നത് റോ മെറ്റീരിയൽസ് ആണ്. പക്ഷേ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിൽ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി, പക്ഷേ റോ മെറ്റീരിയലിലായിരുന്നു മിസ്റ്റേക്ക് വന്നത്. പക്ഷേ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ അങ്ങനത്തെ റിസ്കുകളൊക്കെ നമുക്ക് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് വഴി മിനിമൈസ് ചെയ്യാം. കാരണം ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസിൽ എന്താണ്? റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ഉണ്ട്, പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ഉണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് അങ്ങനത്തെ റിസ്ക് ഒക്കെ മിനിമൈസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് GMP? ഒന്ന് നമ്മൾ പറഞ്ഞു, ടു കൺസിസ്റ്റൻ്റ്ലി പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ്. രണ്ടാമത്തത് ടു ഫുൾഫിൽ ദ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി. മൂന്നാമത്തത് ടു എൻഷുർ ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്ട്സ്. നാലാമത്തത് ടു മിനിമൈസ് ദ കണ്ടാമിനേഷൻ ആൻഡ് എലിമിനേറ്റ് ദി എറേഴ്സ്. ഇതൊക്കെയാണ് GMPൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി വാട്ട് ആർ ദി പ്രിൻസിപ്പൽ റിസോഴ്സസ് ഓർ പ്രോസസ് റിഗാർഡിംഗ് ദി GMP?
എന്തൊക്കെയാണ് ഒരു GMPൻ്റെ അണ്ടറിൽ വേണ്ട കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക്കലി റിവ്യൂഡ് പ്രോസസ്സ്. അതായത് നമ്മൾ പറയുന്ന ഈ GMPൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ്, അതായത് ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആയിരിക്കണം. അതുപോലെ തന്നെ അത് സിസ്റ്റമാറ്റിക്കലി റിവ്യൂ ചെയ്യാനുള്ള ഒരു പ്രോസസ്സും കൂടി ആയിരിക്കും. സിസ്റ്റമാറ്റിക്കലി നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും, കാരണം അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ GMPൻ്റെ അണ്ടറിൽ വരുന്നത്. അതായത് ഓൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും ക്ലിയർ കട്ടായിട്ടുള്ള റൂൾസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് റെഗുലർലി റിവ്യൂവും ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? റിക്വയർഡ് ക്വാളിറ്റി അതിനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും കമ്പനി